1250 രൂപ 1 ലക്ഷത്തിന് മാസ പലിശ തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം ഹാജിയെ പോലുള്ളവരെ പറ്റിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകളാണ് പരാതി കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വടകരയിലെ ഈ ബാങ്കിൻ്റെ മാത്രം കാര്യമല്ല. ഇത്തരത്തിൽ ഉള്ള ആളുകൾ നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ വടകര മേഖലയിലും മാത്രം ഇത്തരം സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സുധീർ കുമാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കക്കട്ടിലൊരു ബാങ്കിലാണ്. ആ കക്കട്ടിൽ ബാങ്കിൽ ഉൾപ്പെടെ ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സുധികുമാർ എന്ന് പറയുന്ന വ്യക്തി, ആ സുധികുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപയാണ് പോലും വാങ്ങിച്ചിരിക്കുന്നത്. അതിലിടപെട്ടിരിക്കുന്നത് ഈ പറയുന്ന സുധികുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ബിനീഷ് എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് 15 ലക്ഷം രൂപ ഇട്ടുകൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഒരു പാവപ്പെട്ട ഒരാളെ, ഒരു വയോധികനെ പറ്റിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത്രയും കാലം ജീവിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. എനിക്കയച്ചിട്ടുള്ള ആ മൊഴി എന്ന് പറയുന്നത് അത് മരണമൊഴിയായിട്ട് പോലീസ് രേഖപ്പെടുത്തണം. ഞാനിപ്പോൾ SP വിളിച്ച് സംസാരിച്ച് കുറേ മുമ്പേ SP പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാകാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളും ഞാൻ സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച സമയത്താണ് എന്നോട് ഈ മെസ്സേജ് അയച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നിങ്ങളെങ്കിലും ഇത് മാധ്യമങ്ങൾക്ക് കൊടുക്കണം, ഇത് പോലീസിന് കൊടുക്കണം. എൻ്റെ മക്കൾക്ക്, എൻ്റെ മരുമക്കൾക്ക് അവിടെ അംഗവൈകല്യം സംഭവിച്ച ഒരു കുട്ടിയുടെ പേരിലും അദ്ദേഹം പൈസ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുടുംബത്തിലെ അംഗവൈകല്യം സംഭവിച്ച ആ കുട്ടിക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത പൈസ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയുടെ പേരിൽ നിക്ഷേപിച്ചത്. എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഈ പറയുന്ന അംഗവൈകല്യം സംഭവിച്ച കുട്ടിക്കുമെല്ലാം എൻ്റെ ഈ പൈസ മരണശേഷമെങ്കിലും കിട്ടണം, മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും അത് വാങ്ങിച്ചു കൊടുക്കുന്നതുവരെ, ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവന്നവരെ ശക്തമായിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് മരിച്ച മനുഷ്യന്മാരോട് നീതി കാണിക്കുക, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക, പൊരുതുക എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.